നമ്മളൊക്കെ ഫോണിൽ ഡിഫാൾട്ടായിട്ടുള്ള ബ്രൗസറാണ് ഗൂഗിൾ ക്രോം. ചിലരെ വിചാരം ഈ ഗൂഗിൾ ക്രോമിനപ്പുറം നല്ല ബ്രൗസറൊന്നും ഇല്ല എന്നാണ്. എന്നാൽ ഒരുപാട് നല്ല ബ്രൗസറുകളുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരടിപൊളി ബ്രൗസറാണ്. ഒരുപാട് ഫീച്ചറുകളിലെ നല്ലൊരു ബ്രൗസർ. ഇത് നിങ്ങൾക്ക് വീഡിയോയും ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്യുക, ഇതിന് പ്രൈവസി ഉണ്ട്, ആഡ് ബ്ലോക്ക് ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സ്റ്റാർഗൺ ബ്രൗസർ എന്ന് പറയുന്ന ഈ ബ്രൗസറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. നമ്മൾ ഈ ബ്രൗസർ ഇതാണ് കേട്ടോ, അതിക്ക് ഒരു നക്ഷത്രത്തിൻ്റെ ചിഹ്നത്തിലുള്ള അതൊന്ന് ഓപ്പൺ ചെയ്താൽ ഇതാണ് ഇൻ്റർഫേസ്. ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് എന്തും സെർച്ച് ചെയ്യാം. ജസ്റ്റ് ഇതിൻ്റെ ഫീച്ചറുകളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സൈറ്റിലേക്കൊന്ന് പോയി വരട്ടെ. ക്രിക്കറ്റ് ഒന്ന് സെർച്ച് ചെയ്ത് ക്രിക്കറ്റിൻ്റെ ഒരു സൈറ്റിലേക്ക് പോവുക. ഏതെങ്കിലും ഒരു സൈറ്റ്, ഈ സൈറ്റ് ഞാൻ ഓപ്പൺ ആക്കാനേ. ഇതാണെന്നൊന്നും നോക്കുന്നില്ല, ഫസ്റ്റ് വന്ന ഒരു സൈറ്റ് അങ്ങ് ഓപ്പൺ ആക്കി, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ടാവും, അതെല്ലാം അടക്കട്ടെ. ഇതിൻ്റെ താഴെ മെനു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒന്നാമത് നൈറ്റ് മോഡുണ്ട്, അതുപോലെ കുറേ ഓപ്ഷനുകളുണ്ട്. ഇതിലെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ക്യാപ്ചർ എന്നുള്ളൊരു ഐക്കൺ കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്താൽ ഫുൾ ക്യാപ്ചർ കൊടുത്തു കഴിഞ്ഞാൽ ആ സൈറ്റ് മൊത്തത്തിൽ നമുക്ക് ആ സൈറ്റിലുള്ള എത്ര പേജ് ഉണ്ടോ അത് തീർത്ത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് തരും. അതടക്കട്ടെ, ആ ഒരു ഓപ്ഷൻ. പിന്നുള്ളത് ഇതിലുള്ള ഇമേജ് വീഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്യുക, ഒന്നിച്ച് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ ഇമേജ് ഡൗൺലോഡ് എടുത്തു കഴിഞ്ഞാൽ ആ സൈറ്റിലുള്ള ആ പേജിലുള്ള മൊത്തം ഇമേജും നമുക്ക് ഇവിടെ കിട്ടും. ഇതിന്ന് ആവശ്യമുള്ള ഒന്നിച്ച് വേണേൽ ഒന്നിച്ച്, അല്ലെങ്കിൽ ആവശ്യമുള്ള മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അടിപൊളി. ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഡൗൺലോഡ് കൊടുത്താൽ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് കോപ്പി ചെയ്യുക. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹിസ്റ്ററി ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ആഡ് ബ്ലോക്ക് ഉണ്ട്, ആഡ് ബ്ലോക്ക് കൂടാതെ നമുക്ക് ഇതിൽ മൊത്തം ആഡ് ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ സൈറ്റിലുള്ള മാത്രം ആഡ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷനുകളുണ്ട്. ഇതിന് നമുക്ക് പ്ലേ ചെയ്യുന്ന വീഡിയോ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യിക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കുറേ ഫീച്ചറുകളുണ്ട്, നല്ല ഫീച്ചറുകൾ, നല്ല പ്രൈവസി ഉണ്ട്. പിന്നെ ഒരു ഗുണമുള്ള എന്താ വെച്ചാൽ മേലെ ഒരു വട്ടക്കണീൻ്റെ ചിഹ്നം കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി ഒക്കെ ഇവിടുന്ന് ക്ലിയർ ചെയ്യാം. നമ്മളെ സെർച്ച് ഹിസ്റ്ററി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ബ്രൗസറിന് വേണ്ട എല്ലാ സെറ്റിങ്സുകളും, അതുപോലെ സൈറ്റ് സെറ്റിങ്സുകൾ, ഓരോ സൈറ്റിലും നമുക്ക് അലോ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ, അലോ ചെയ്യരുതാത്ത കാര്യങ്ങൾ എല്ലാം ചെയ്യാനുള്ള സൗകര്യമുള്ള നല്ല പ്രൈവസിയുള്ള ഒരു അടിപൊളി, നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രൗസർ. അപ്പം ഗൂഗിൾ ക്രോം തന്നെ ഉപയോഗിച്ച് താമസിച്ച ആൾക്കാരൊന്നും മാറണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബ്രൗസറാണ് സ്റ്റാർഗൺ ബ്രൗസർ. ആവശ്യക്കാർ ഉപയോഗിക്കുക, ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും കൊടുത്തേക്കട്ടോ, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മാപ്പിയൂർ. താങ്ക് യു സോ മച്ച്.